കേരളത്തിന്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ കമ്മീഷനിംഗ് അല്പസമയത്തിനകം നടക്കും. രാജ്യത്തെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായ വിഴിഞ്ഞം പ്രധാനമന്ത്രിയാണ് രാജ്യത്തിന് സമർപ്പിക്കുക. രാവിലെ 11 മണിക്ക് തുറമുഖത്ത് തയ്യാറാക്കിയിരിക്കുന്ന പടകൂറ്റൻ വേദിയിലാണ് കമ്മീഷനിംഗ് ചടങ്ങ് നടക്കുക. സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിന് സാക്ഷ്യം വഹിക്കാൻ പൊതുജനങ്ങൾക്കും അവസരമുണ്ട്. കനത്ത സുരക്ഷയാണ് തലസ്ഥാനത്തുള്ളത്. അജീഷ് ജയകുമാറുണ്ട്. പ്രധാന കവാടത്തിന് മുന്നിലാണ് അജീഷ് ഉള്ളത്. അജീഷ്, പൊതുജനങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ നേരത്തെ അവരുടെ പ്രതികരണങ്ങളൊക്കെ എടുക്കുകയും ചെയ്തു. അങ്ങനെ ഒരു 10,000-കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ ഈ ചടങ്ങ് നടക്കാൻ പോവുകയാണ്. എന്തൊക്കെയാണ് നൽകാനുള്ള വിവരങ്ങൾ? അനുജ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പ്രധാന കവാടത്തിന് മുന്നിലാണ്. ഇവിടെ ഇപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോരുത്തരും പല ബസ്സുകളിലുമൊക്കെ ആയിട്ടാണ് പല സ്ഥലങ്ങളിൽ നിന്നും തലസ്ഥാന ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും അവർ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ചോദിക്കുന്നൊരു പ്രധാന ചോദ്യം, വിഴിഞ്ഞം നടപ്പായതുകൊണ്ട് എന്താണ് പ്രയോജനമെന്ന് പലരും ചോദിച്ചിരുന്നു. അതിന് ഉത്തരം കൂടി നമ്മൾ ഇവിടെ എത്തിയ ചിലരിൽ നിന്ന് തേടുകയാണ്. കാരണം ഇവിടുത്തെ ഇതിലൂടെ ഉണ്ടാകുന്ന ഈ ഭാവിയിൽ ഉണ്ടായിരിക്കുന്ന ലോജിസ്റ്റിക്സ് ട്രാൻസ്ഷിപ്മെന്റ് മേഖലയിൽ ഉണ്ടാകുന്ന വളർച്ച, അതിൻ്റെ സാധ്യതകൾ, അതിനെ കൂടി ഇവിടെ ചില യുവ സംരംഭകർ നമ്മൾ പരിചയപ്പെട്ടിരുന്നു. അവരോട് ചോദിക്കാം, നിങ്ങൾ ഏത് മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്? ഞങ്ങൾ കാർഗോ ഫോർവേഡിംഗ് ട്രാൻസ്ഷിപ്മെന്റ് മേഖലയിലാണ് നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വിഴിഞ്ഞം വന്നാൽ നിങ്ങൾക്ക് എന്താണ്, അല്ലെങ്കിൽ ഭാവിയിൽ ഒരുപാട് പേർക്ക് എന്താണ് പ്രയോജനം ഉണ്ടാകുന്നത്? മെയിൻലി നമ്മളെല്ലാം കേട്ടിട്ടുള്ളത് പോലെ തന്നെ വിഴിഞ്ഞം ഒരു ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായിട്ടാണ് ഭാവിയിൽ അറിയപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ യുവ സംരംഭകർക്ക് ഒരുപാട് നേട്ടങ്ങളും തൊഴിലവസരങ്ങളും ഇവിടെ ഉണ്ടാവും. മെയിൻലി ഞങ്ങളുടെ കമ്പനി എന്ന് പറയുന്നത് കെയർവിങ്സ് ബിസിനസ് സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ഞങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ലോക്കലി ഉള്ള ട്രിവാൻഡ്രം, കേരളയിലുള്ള സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ ഞങ്ങളുടെ മേഖലയിലേക്ക് ട്രെയിൻ ചെയ്ത് നമ്മൾ തന്നെ ഇവിടെ ജോലി കൊടുക്കാനുള്ള ഒരു സെറ്റപ്പാണ് ചെയ്തു വരുന്നത്. പിന്നെ ഞങ്ങളുടെ കമ്പനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളിവിടെ ഇനിഷ്യൽ സ്റ്റേജ് തൊട്ട് വിഴിഞ്ഞം പോർട്ടിൻ്റെ ഇനിഷ്യൽ സ്റ്റേജ് തൊട്ട് ഞങ്ങളിവിടെ മെറ്റീരിയൽ സപ്ലൈ തുടങ്ങിയ പല മേഖലയിലും ഞങ്ങൾ മുൻപിലുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇത്രയും ജനത്തിരക്ക്, ആൾക്കാരുടെ പങ്കാളിത്തമൊക്കെ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ടാക്കുന്നതാണ്. ഇദ്ദേഹം എൻ്റെ ഒരു ഡയറക്ടറാണ് കെയർവിങ്സിൻ്റെ. നിങ്ങൾ ഇവിടുത്തെ ഈ തുടക്കം മുതൽ നിർമ്മാണ ഘട്ടങ്ങളിലൊക്കെ നിങ്ങൾ പങ്കാളിയായിരുന്നു? അതെ, തീർച്ചയായും. പ്രാരംഭഘട്ടം മുതൽ വിഴിഞ്ഞം പോർട്ടിൻ്റെ സീവാൾ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള മെറ്റീരിയൽ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടെത്തിക്കുന്നതിൽ മേജർ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു കമ്പനിയാണ് കെയർവിങ്സ്. ഒരു 42ഓളം യങ്ങേഴ്സ് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് നിലവിൽ. ഞങ്ങൾ 2014 ശേഷം വിദേശ രാജ്യങ്ങളിലേക്ക് പോയിട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്ന ആൾക്കാരാണ്. പോർട്ടിൻ്റെ വരവോടുകൂടി ഞങ്ങളുടെ പ്ലാനേ മാറി. ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് ഇവിടെ ഡോളറിൽ പേയ്മെൻറ്റ് മേടിച്ച് ഞങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ ഞങ്ങൾക്കിവിടെ രാജ്യം സൗകര്യം ഒരുക്കുന്നുണ്ട്. രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട രാജ്യത്തിൻ്റെ ഒരു പൊൻതൂവൽ തന്നെയാണ് കിരീടത്തിൽ അണിയുന്നത്. ഇന്നത്തെ ദിവസം ഏറ്റവും സന്തോഷത്തിലാണ് ഞങ്ങൾ ഇന്നിവിടെ നിൽക്കുന്നത്. അപ്പോൾ യുവ സംരംഭകരാണ്. അവർക്ക് ഈ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് തിരുവനന്തപുരത്ത് വന്നതിലൂടെ ഉണ്ടായ പ്രയോജനം, അതാണ് അവർ വിവരിച്ചത്. ഇനി 2-3 ഘട്ടങ്ങളൊക്കെ പൂർത്തിയായി കഴിയുമ്പോൾ കൂടുതൽ പേർക്ക് തൊഴിലവസരങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുമെന്നുള്ളൊരു കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ അത് 2028 കൂടി പൂർത്തിയാകുമെന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ റോഡ് എന്ന് പറയുന്നത് ഹൈവേ ബൈപ്പാസിലേക്കുള്ള ഒരു കണക്ടിവിറ്റി റോഡ് കൂടിയാണ്. ഇതുപോലും പൂർത്തിയായിട്ടില്ല. ഇനി ഒരുപാട് സ്ഥലം ഏറ്റെടുക്കൽ അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. മാത്രമല്ല റെയിൽ കണക്ടിവിറ്റി, അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാർഗോ ഇവിടുന്ന് മറ്റിട സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ റെയിൽ റോഡ് കണക്ടിവിറ്റിയുടെ ആവശ്യമുണ്ട്. ഒരു തുരങ്ക പാതയാണ് സർക്കാർ ഇവിടെ വിഭാവനം ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ സ്ഥലം ഏറ്റെടുപ്പ് പോലും ഇതുവരെയ്ക്കും പൂർത്തിയായിട്ടില്ല. അതേപോലെ തന്നെ വിഴിഞ്ഞം നാവായിക്കുളം റിംഗ് റോഡ്, 72 കിലോമീറ്റർ നീളമുള്ള റിംഗ് റോഡിൻ്റെ പദ്ധതി പോലും ഇതുവരെയ്ക്കും അത് സ്ഥലം ഏറ്റെടുപ്പ് പൂർത്തിയാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഏതാണ്ട് അതിൻ്റെ നടപടികളും നടന്നു വരികയാണ്. എന്തായാലും അതൊക്കെ സമയബന്ധിതമായി പൂർത്തിയാക്കിയാൽ മാത്രമേ ഇതൊക്കെ ഈ യുവ സംരംഭകർക്കടക്കമുള്ള ആളുകൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുള്ളൂ. എന്തായാലും ഈ ആളുകൾ ഈ മഹാമാമാങ്കം കാണാൻ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അല്പസമയത്തിന് ശേഷം പ്രധാനമന്ത്രി അടക്കമുള്ള VVIPകൾ ഇങ്ങോട്ടേക്ക് എത്തും. ഇതുവഴിയായിരിക്കും അവർ അകത്തേക്ക് കയറി പോവുക. അപ്പോഴേക്കും എല്ലാ ആളുകളും എല്ലാം പൊതുവേദിയിലേക്ക്, ഈ വലിയ വേദിയിലേക്ക് എത്തിച്ചേരും. എന്തായാലും ഏതാണ്ട് 10,000-ഓളം പേരെയാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഈ വലിയ ആൾക്കൂട്ടത്തിന് മുന്നിൽ വച്ചാകും കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം രാജ്യത്തിന് സമർപ്പിക്കുക. അനുജ, അതെ, 10,000-കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിലാണ് വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് പ്രധാനമന്ത്രി സമർപ്പിക്കാൻ പോകുന്നത്. കൃത്യമായ പരിപാടികൾ, അതിന്റെ അടിസ്ഥാനത്തിൽ അതിൽ പ്രസംഗിക്കാൻ 3 പേർക്ക് മാത്രമാണ് അവസരമുണ്ടാവുക. പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ സ്വാഗത പ്രാസംഗികനായി തുറമുഖ മന്ത്രിയും ഉണ്ടാകും. വേദിയിൽ ഉള്ള ഇരിപ്പിടം അത് ആർക്കൊക്കെയാണ് എന്നതിൻ്റെയൊക്കെ കൃത്യമായ ലിസ്റ്റ് അത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നൽകിയിട്ടുണ്ട്. അവിടെ പ്രതിപക്ഷ നേതാവിനും ഇരിപ്പിടമുണ്ട്. എന്നാൽ അദ്ദേഹം പങ്കെടുക്കില്ല. അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഒരു വശത്ത് തുടരുന്നു.